അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സെറ്റിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വലിയൊരു സാധനമാണ്. അത് നമ്മുടെ ഇവിടെയൊന്നും ഉണ്ടാവാഞ്ഞ ഒരു സാധനമാണ്. എന്നെ കാണാൻ പറ്റൂലായിരിക്കും, കാര്യം അത്യാവശ്യം വലിയൊരു ബോക്സാണ്. നമ്മുടെ അൺബോക്സ് ചെയ്യാൻ പറ്റുള്ള ടേബിൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണാൻ പറ്റുന്നുണ്ടോ, എന്തായാലും അൺബോക്സ് ചെയ്യാനുള്ള ടേബിൾ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല. എനിക്ക് ഒരു ആംഗിളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇതിന് സാധനം തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇതൊരു 1/4 സ്കെയിൽ വരുന്ന ഒരു RC ബൈക്കാണ്. റേഡിയോ ഷാക്കിൻ്റെ റിക്കി കാർമൈക്കിൾ 1/4 സ്കെയിൽ വരുന്ന ഒരു ബൈക്കാണ്. പഴയൊരു മോഡലാണ്. US-ലായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഈ സാധനം. അതുപോലെ തന്നെ ഹോണ്ടയുടെ CR 250R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേർട്ട് ബൈക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ സ്കെയിൽഡ് മോഡലാണ്. ഒഫീഷ്യലി ലൈസൻസ് തന്നെ ആയിരിക്കും, കാര്യം US-ൽ ലൈസൻസ് ഇല്ലാതെ കറക്കി കഴിഞ്ഞാൽ പണി കിട്ടും. എപ്പോൾ പണി കിട്ടും എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം. ഇത് വന്നത് നമ്മുടെ US-ൽ, ഞാൻ eBay എന്നാണ് ഈ സാധനം ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയാൻ പാടില്ല, കാര്യം ഇത് യൂസ്ഡ് ബൈക്കാണ്, പുതിയതൊന്നുമല്ല. അതായത് 2003 ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം 22 കൊല്ലം പഴക്കമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തും എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ലിപ്പ് ഉണ്ട്, ഞാൻ കാണിക്കുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് വേറെ ബോക്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ഈ ബോക്സ് വെറുതെ വെച്ചിരുന്ന ബോക്സാണ്. പക്ഷെ എൻ്റെ ഉമ്മ, ഇത് എന്ത് വലിയ ബൈക്കാണത്. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. വലിയൊരു സാധനം. ഇത് പഴയ മോഡൽ, ഞാൻ പറഞ്ഞില്ല, പഴയ മോഡലായതുകൊണ്ട് ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. റിമോട്ടിനൊക്കെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. വണ്ടി ഞാൻ കാണിച്ചു തരാം. വണ്ടി നിങ്ങൾ കണ്ടോ, ഇരിക്കരുത്. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ റൈഡർ വരുന്നത്. ഓക്കെ, റൈഡർ ഉണ്ട് ഇതിന്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ റൈഡർ വരുന്നത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെറ്റപ്പ് ആയിട്ട് നമ്മുടെ അവിടെ കൊണ്ട് കാണിച്ചു തരാം. അതുപോലെ നമുക്ക് റിമോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.4 GHz അല്ല ശരിക്കും. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും 27 MHz-ൻ്റെയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ബൈക്കിനകത്ത് നമുക്ക് കണ്ടതിന് അറിയാൻ പറ്റും കുറച്ച് കോസ്മെറ്റിക് ഡാമേജസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കണ്ടോ, സ്റ്റിയറിംഗ് തിരിയുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് വരുന്നത് ബ്രഷ്ഡ് മോട്ടറിലാണ് വരുന്നത്. ഇതിനകത്ത് കുറേ നമുക്ക് ഇലക്ട്രോണിക്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലമുണ്ട്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ ബ്രഷ്ഡ് മോട്ടർ തന്നെ ആക്കോളൂ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല വലിയ വണ്ടി തന്നെയാണ്. 1/4 സ്കെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ലോസി പ്രൊമോട്ടോയൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം സെയിം സൈസ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് പണികൾ ചെയ്യാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുണ്ട്. ആദ്യത്തെ ഒരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ടർ മാറ്റണം. ബാറ്ററി ഇടുന്ന ഇവിടെ ആയിട്ട് ഇതിന് 2 ബാറ്ററി വരും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 7.4 വോൾട്ടിൻ്റെ ബാറ്ററി ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് 7.4 വോൾട്ട് ലൈപ്പോ ഇടാം, 2S ലൈപ്പോ ഇടാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടെയ്നർ അറിയാൻ പറ്റും. ഇവിടെ ഒരു സ്ക്രൂവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 4 AA ബാറ്ററി ഇടണം, എന്നാലേ പവർ ചെയ്യുള്ളൂ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റിസീവർ സെപ്പറേറ്റ് ആയിട്ട് പവർ ചെയ്യുന്നത്. 2 ബാറ്ററി സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. കാര്യം അത്രയും പഴയതായതുകൊണ്ട് അന്നത്തെ ടെക്നോളജി അതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ഒരു റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് 27 MHz-ൻ്റെയാണ്. അതിനകത്ത് നമുക്ക് ബാറ്ററി ഇടുന്നത് ഇവിടെയാണ്. അതും 9 വോൾട്ട് ബാറ്ററിയാണ്. ഇവിടെയായിട്ട് നമുക്ക് 9 വോൾട്ട് ബാറ്ററി ഇടാൻ വേണ്ടി പറ്റും. അതിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കണക്ടർ തൽക്കാലം മാറ്റാം. ഈ 7.4 വോൾട്ടിൻ്റെ ഈ ഒരു കണക്ടർ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ടാമി പ്ലഗ് വരുന്നത് അത് നമുക്ക് T പ്ലഗോ വല്ലതും ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 4 AA ബാറ്ററിയും കൂടി ഇട്ടിട്ട് ഇതിനകത്ത് ഒരു 9 വോൾട്ട് ഇട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് ഓടിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഈ ഒരു ESC റിസീവർ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു 2S ESC ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിസീവർ തൊട്ട് നമുക്ക് റിമോട്ട് മാറ്റാം. അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബട്ട് സാധനം അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഷോക്കൊക്കെ ഇതാണ്, സ്പ്രിംഗ് ഷോക്സ് ആണ് വരുന്നത്. കാര്യം അത്രയും പഴക്കമുള്ളതുകൊണ്ടാണ്. പിന്നെ ഡ്രൈവ് വരുന്നത് കണ്ടോ, ചെയിൻ അല്ല, ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇതിനകത്ത് ഈ ടയറിനകത്ത് ഒരു ഫ്രീ വീൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടയർ കറങ്ങുമ്പോൾ ആ ഒരു മൊമെൻറ്റത്തിലാണ് ഈ ഫ്രീ വീൽ കറങ്ങുന്നത്. അങ്ങനെയാണ് സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പോൾ ലോസി പ്രൊമോട്ടോടെ അത്ര ഒന്നും സ്റ്റെബിലിറ്റി വരില്ല. അതിൻ്റെ 1/3 പോലും നമുക്ക് പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഇതിനായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇയാളിങ്ങനെ ഫ്രീലി മൂവ് ചെയ്യും നമ്മുടെ വണ്ടി ഓടുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ തന്നെ നമ്മൾ അകത്ത് ബാറ്ററി ഇട്ടിട്ടുണ്ട്, 4 AA ബാറ്ററി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്ത് നമ്മൾ 2S ലൈപ്പോ ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 AA ബാറ്ററിയിലാണ് നമ്മുടെ റിസീവറും
പിന്നെ സ്റ്റിയറിങ്ങും വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ലൈപ്പോ ബാറ്ററി ഇപ്പോൾ 7.4 വോട്ടിൻ്റെ ബാറ്ററി ഇടുമ്പോഴാണ് ഇതിൻ്റെ ESC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു സെറ്റപ്പ് മാറ്റുന്നതായിരിക്കും, ഉറപ്പായിട്ടും നമ്മൾ മാറ്റും. കാര്യം നമ്മൾ എല്ലാം കൂടെ ഒരൊറ്റ പവർ യൂണിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് റിസീവറും സർവോയും മാറ്റണം, അതുപോലെ തന്നെ നമ്മൾ ESC മാറ്റണം. മോട്ടർ നമ്മൾ അത് തന്നെ കീപ്പ് ചെയ്യും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്തായാലും ഓടിച്ച് നോക്കാം. അപ്പോൾ ഈ വണ്ടി പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റേബിൾ ആവാൻ ചാൻസ് കുറവാണ്. എന്നുവെച്ചത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊപ്പോഷണലും അല്ല, അത് 27 MHz ആണ്, 2.4 GHz ഒന്നും അല്ല. അപ്പോൾ അതിൻ്റേതായ കുറവുകളും ഉണ്ടാവും. പിന്നെ നമുക്കുള്ള ഈ ഒരു ഏരിയ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാര്യം ഇതൊന്ന് ഓടി ഇത്തിരി ഒരു സ്പീഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഒന്ന് ഓടിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടു അറിയാൻ വേണ്ടി പറ്റും അത്യാവശ്യം സ്റ്റേബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിൽക്കാൻ ഒരു ഇത്തിരി പാടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫ്ലൈ വീലുണ്ട്, അതാണ് ഈ കറങ്ങുന്നത്. നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല ചിലപ്പോൾ. ഇപ്പോഴും അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്ലൈ വീൽ ഉള്ളതുകൊണ്ടാണ് ഒരു ഇത്തിരിയെങ്കിലും സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഏരിയ വേണം. ഈ ഒരു ഏരിയ പോരാ, ടോർസോൻ്റെ ട്രാക്കിൽ പോകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കാം. പക്ഷേ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് തന്നെ കംപ്ലീറ്റ്ലി മാറ്റേണ്ടതായിട്ട് വരും. അതായത് ആ ഒരു സർവോയും ESC ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് എല്ലാം കൂടെ ഒരൊറ്റ പവറിലാക്കണം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തിരി കൂടെ പവറിലപ്പോൾ മോട്ടറിലേക്ക് കിട്ടും, നമുക്ക് ഒരു ഇത്തിരി കൂടെ ചിലപ്പോൾ സ്റ്റേബിളായിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഈ ഒരു 1/4 സ്കെയിൽ RC ബൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരിക്കലും ഇതൊരു എന്താ പറയുക അടിപൊളി ബൈക്കാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിത്തിരിയെങ്കിലും സ്റ്റേബിളായിട്ട് കിട്ടുള്ളൂ. നല്ലൊരു ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആകെപ്പാടുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസയുടെ പ്രൊമോട്ടോയാണ്. അത് വെച്ചിട്ട് ഇത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതൊരു വേറൊരു ലെവലാണ്. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എന്തായാലും കണ്ടിന്യൂഷൻ വീഡിയോസ് ഉണ്ടാവും. നമ്മളിതെന്തായാലും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സെറ്റാവും, എന്നാലേ നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.